അവള് സിംബോളിക്കായിട്ട് സിറ്റുവേഷൻ സോങ് എടുത്തു. നമ്മുടെ കാര്യം പോക്ക. കാർത്തികേ, നീ എന്തിനാണ് ഈ പാട്ട് വെച്ചത്? It's none of your business, man. സത്യം പറയാ കാർത്തിക, നീ ഞങ്ങളോട് പക വീട്ടാൻ പോവില്ലേ? എന്താ ചേട്ടാ ഇത്? ഗോ അവേ. നിങ്ങളോടും കൂടിയാ. ചെല്ല് ചെല്ല് ചെല്ല്. ആന്റി, അഖിൽ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹോളിലേക്ക് ചെല്ല്. പോ 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 പോ. ഹോളിലേക്ക് പോ. ചെല്ല്. പോകാനല്ലേ പറഞ്ഞേ? ചെല്ല്. കഴിച്ചടാ, ഇതോടെ എല്ലാം കഴിച്ചു. എവിടുന്ന ഇപ്പോ വരുന്നേ? ഏട്ടാ, അഖിൽ ഷോർട്ട് സർക്യൂട്ട് വല്ലതും ആയോ? വേഗം ഫയർഫോഴ്സിനെ വിളിക്കും. അതൊന്നും വേണ്ട അഭിയേട്ടാ. ഇത് കിച്ചണിൽ നിന്ന് വരുന്ന സ്മോക്ക് ആണ്. അടുപ്പില് കടുക് വറുത്തതാ, അതുകൊണ്ടാ പുക വന്നേ. കടുക് വറുക്കുകയാണെന്നോ? ഭക്ഷണം റെഡിയായി. ഇനി എല്ലാവരും കൈ കഴുകി വന്നോളൂ, വിളമ്പി തരാം. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഞാൻ അങ്ങനെയാ അമ്മേ, എന്ത് ചെയ്താലും വേഗം അങ്ങ് ചെയ്യും. നീ വേഗം ഞങ്ങളെ മോളോട് പറഞ്ഞു വിടൂടി. പാവം കഷ്ടപ്പെട്ട് പാചകം ചെയ്തതല്ലേ, അങ്ങനെ പറയരുത്. എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാ പോരേട്ടാ. വരൂ, എല്ലാവരും കൈ കഴുകിയിട്ട് വരൂ. അതിനുള്ളിൽ ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്കാം. ശരി കാർത്തികേ. ചേട്ടാ, സിങ്ക് അങ്ങോട്ടാണ്. ചേട്ടൻ എങ്ങോട്ടാ പോകുന്നേ? ദൈവത്തിനൊന്ന് തൊഴുതിട്ട് വരാന്ന് വിചാരിച്ചിട്ടാ. കറക്റ്റ് ഏട്ടാ, ഞാനും വരുന്നു. അവസാനമായിട്ട് ഭഗവാൻ ഒന്ന് കണ്ടിട്ട് വരാം. ദൈവത്തിനടുത്ത് പിശാചുക്കൾ വരാറില്ല. ആദ്യമായിട്ടാണെങ്കിലും ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയല്ലോ. കറികളൊക്കെ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ മോളെ. ഇത് കഴിച്ച വയറ്റിനകത്ത് കോളുകളൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ആന്റി, ഒന്ന് പെട്ടെന്ന് വിളമ്പടി. നിന്റെ പാചകത്തിന്റെ മാഹാത്മ്യം അറിയാൻ എനിക്ക് കൊതിയാവുന്നു. ആദ്യം എല്ലാവർക്കും സ്വീറ്റ് തരാം. എന്ത് സീറ്റാ മോളെ നീ ഉണ്ടാക്കിയേ? സീനിയർ സ്വീറ്റാ ചേട്ടാ.
ആയിട്ടോ. കഴിച്ചോളൂ. തെയ്യം തക തെയ്യാറേ തകൃത തക്കിട തെയ്യാറേ തക്കിട തെയ്യാറേ തരപ്പ തക്കിട തെയ്യാറേ തെയ്യം തക തെയ്യാറേ തകൃത തക്കിട തെയ്യാറേ. എന്തു പറ്റി? കഴിച്ചിട്ട് വയ്യ. ഇത് കഴിച്ചിട്ട് വയ്യല്ലോ. വല്ലാത്ത ഉപ്പാണല്ലോ. പുളിക്കുന്നു. വളരെ മോശമായിട്ടുണ്ട്. എന്താ കാർത്തിക ഇത്? തോരൻ വെച്ചതാണോ അതോ കിച്ചടി ഉണ്ടാക്കിയതാണോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയേ? വസു പറഞ്ഞപ്പോ നീ ഒരുവിധം നന്നായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചേ, പക്ഷെ വായിൽ വെക്കാൻ കൊള്ളില്ലല്ലോ. എടുത്തി ഇത് കഴിച്ച മരണം ഉറപ്പാ. പയണേക്ക് ആരും കഴിക്കാതെ ഇവിടുന്ന് എണീക്കരുത്. ഞാനാണ് സത്യം. കഴിക്കുന്നോ അത് ഞാൻ മരിക്കണോ? പറ. അത് വേണോടി? കഴിച്ചേ പറ്റൂ. നിങ്ങൾ ലഞ്ച് കഴിക്കുന്നോ അതോ ഞാൻ സൂയിസൈഡ് ചെയ്യണോ? വായി വെക്കാൻ കൊള്ളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ തിന്നുന്നേ? അതൊന്നും എനിക്ക് അറിയണ്ടാച്ചാ. ഇത് കഴിച്ചേ പറ്റൂ. നിങ്ങൾ കഴിച്ചിട്ട് കുട്ടികൾക്കും കൊടുക്കണം. അവരെ വെറുതെ വിട് കാർത്തികേ. സംശയമുള്ളത് കൊണ്ടാ അവരെ അവിടെ ഇരുത്തിയേ. ഇന്ന് ഞാൻ ആരെയും വെറുതെ വിടില്ല. എല്ലാവരും ഇത് കഴിച്ചേ പറ്റൂ. നിങ്ങൾ കഴിക്കുന്നോ അതോ ഞാൻ ചാകണോ? അയ്യോ കാർത്തിക. കാർത്തിക അത് ഞാൻ പാചകം ചെയ്യണോന്ന് ഏടത്തി എന്നല്ലേ പറഞ്ഞേ. കഷ്ടപ്പെട്ടാ ഉണ്ടാക്കിയത്. എന്റെ കഷ്ടപ്പാടിനെ കുറച്ചെങ്കിലും മാനിക്കണം. കഴിക്ക്. അമ്മേ. അയ്യോ. എന്താ എല്ലാവരും ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? ഒരുമാതിരി എന്നോ എല്ലാരും ഛർദിച്ച് വശം കെട്ടു. കാലപുരി വരെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവന്നിരിക്കല്ലേ? എടി നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യം എന്തിനാടി ചെയ്യാൻ പോയത്? എന്തിനാ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നേ?
ചെറിയമ്മേ ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യും. എന്തിന്? ഇനി ഒരിക്കലും പാചകം ചെയ്യില്ലെന്ന് സത്യം ചെയ്യ് ചെറിയമ്മേ. അതെ ചെറിയമ്മേ. ഞങ്ങൾ ഷഷ്ടി പൂർത്തി അടുത്തിരിക്കുന്നവരാ. പാവം പിള്ളേരാ അവര്. ഒരുപാട് ജീവിതം ബാക്കി കിടക്കുന്നു. ഒരു സത്യം കൂടെ നീ ചെയ്യണം. ഒരിക്കലും നീ പാചകം ചെയ്യില്ലെന്ന്. എന്താ മോളെ നീ ഇത്രയ്ക്ക് മോശമായിട്ട് പാചകം ചെയ്തേ? എല്ലാവരുടെയും വയറ് മോശമായി വൊമിറ്റ് ചെയ്യുന്ന കണ്ടോ? വസുന്ധര, കാർത്തികയുടെ ഭക്ഷണം ഉണ്ടാക്കാൻ നീ എന്തിനാ പറഞ്ഞേ? അത് എന്റെ കൈയൊന്ന് ഒളിക്കായിരുന്നു. അല്ലെങ്കിൽ പാചകം ഞാൻ തന്നെ ചെയ്തേനെ അബി. കാർത്തികയൊന്ന് ഹൈലൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെ ആയിപ്പോയല്ലോ. മോളെ വസു, വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിത്താ, ഇല്ലെങ്കിൽ നമ്മൾ വിശന്ന് ചാവും. അതെ മോളെ, ഒന്നും വിചാരിക്കാതെ രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി താ മോളെ. എടുത്തി പാചകം എന്ന് പറഞ്ഞാൽ വസുവിനെ കണ്ട് തന്നെ പഠിക്കണം. വസുവിനെ പോലെ നിനക്കൊരിക്കലും പാചകം ചെയ്യാൻ പറ്റില്ല കാർത്തികേ. ദയവേത് നീ ഇനി അടുക്കളയുടെ ഭാഗത്തേ പോരുത്. വസുന്ധരയുടെ അടുത്ത് നിന്ന് പാചകം പഠിക്കണം കേട്ടോ. നീ ഇനി പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾക്ക് വേണ്ടി ആഹാരം ഒന്നും ഉണ്ടാക്കണ്ട. ഇതുകൊണ്ടാ കാർത്തിക ഞങ്ങള് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്, നീ അത് കേട്ടില്ല. എടി, ഇനി നീ പാചകം ചെയ്യരുത്, ഞാനാണ് സത്യം. പരിഹാരം കാണണം. അയ്യോ, ഇനി ഡള്ളായിരിക്കാൻ പാടില്ല. പിന്നെ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ച് 1000 ചോദ്യങ്ങളുണ്ടാവും.
ഞങ്ങളോട് ചോദ്യം ചോദിച്ച് CID CBI ഓഫീസർമാരെ പോലെ ഏട്ടൻ ഇപ്പൊ എൻക്വയറി നടത്തില്ലേ? എന്താ സന്തോഷത്തിന്റെ കാരണം എന്ന് ചോദിക്കുന്നത് തെറ്റാണോ? ഞാൻ ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ എന്താ ഡള്ളായിട്ടിരിക്കുന്നേന്ന് ചോദിക്കും. ഹാപ്പി ആയിട്ടിരുന്ന എന്താ ഹാപ്പി ആയിട്ടിരിക്കുന്നേന്ന് ചോദിക്കും. ഞാൻ എങ്ങനെ ഇരിക്കേണ്ടതെന്ന് ഏട്ടൻ തന്നെ പറയും. കണ്ടോ, അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ചോദ്യവും. എന്താ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടാവൂല്ലേ? ഇല്ലെന്നേ, തന്നെ കണ്ടിട്ട് നോർമൽ ആണോ എന്ന് എനിക്ക്. ഏട്ടൻ വീണ്ടും തുടങ്ങിയല്ലോ. താൻ വല്ലാത്ത രീതിയിലാണല്ലോ ബിഹേവ് ചെയ്യുന്നത്. ഇനിയും പറ, എന്റെ മേൽ ഇനി എന്തൊക്കെ കംപ്ലൈന്റ്സ് ഉണ്ടോ അതൊക്കെ ഏട്ടൻ പറഞ്ഞോ. ശരിക്കും തനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അതല്ല, ഏട്ടനിപ്പോ വർക്ക് കുറച്ച് കൂടുതലല്ലേ? ജോലി കൂടുതലാണെങ്കിൽ പറ്റില്ല എന്ന് പറയും. ഫ്രീ ആണെങ്കിൽ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകും, അത്രയല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പറയും. നാളെ ഏട്ടൻ ഫ്രീ ആണോ ബിസി ആണോ? നാളെ ഞാൻ ബിസി ആണെങ്കിൽ നമുക്ക് മറ്റന്നാ പോവാം. ഓക്കെ ഓക്കെ, പക്ഷെ വാക്ക് തന്നത് മറന്നു പോകരുത്. ആരെവിടെ വാക്ക് കയറ്റിക്കുന്നത്? അന്ന് താനല്ലേ ഔട്ടിങ്ങിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അന്ന് ഏട്ടൻ സംസാരിച്ചത് ഫോണിൽ ശരിയായിട്ട് കേട്ടില്ല. ഏട്ടൻ പോലും നല്ല ക്ലിയർ ആയിട്ട് എന്നോട് പറഞ്ഞില്ല. താൻ തെറ്റ് ചെയ്തിട്ട് വെറുതെ എന്നെ കുറ്റപ്പെടുത്തരുത്. അന്ന് ഏട്ടന്റെ ഭാഗത്താ തെറ്റ്. ഓക്കെ, അല്ല ഇപ്പൊ എന്താ വേണ്ടേ? എന്റെ അടുത്ത് വഴക്കൂടാൻ വേണ്ടി ഇരിക്കുകയാണോ? ഇപ്പൊ ആരെ വഴക്കുണ്ടാക്കിയേ, ഏട്ടനോ ഞാനോ? തനിക്ക് ക്ഷമയുണ്ടായിരിക്കാം, പക്ഷെ എനിക്കത് ഒട്ടുമില്ല. ഒരുപാട് വർക്കുണ്ട്. വർക്കുണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്യണം. ഇവിടെ ആരാ വേണ്ടെന്ന് പറഞ്ഞേ? ഒന്ന് നിർത്തിയാൽ എനിക്കെന്റെ ജോലി കണ്ടിന്യൂ ആയിരുന്നു. പ്ലീസ്. താങ്ക് യു. അയ്യോ, എന്താടി, നീ കഴിച്ചില്ലായിരുന്നോ? എല്ലാവരും കഴിച്ചല്ലോ, അതുകൊണ്ട് എന്റെ വയറ് നിറഞ്ഞിരിക്കുക. വയറ് നിറഞ്ഞു എന്ന് വയറ് എരിയുന്ന പോലെയാണല്ലോ പറയുന്നത്. അതെ, വയറ് കത്താതെ പിന്നെ. ഞാൻ പാചകം ചെയ്താ എല്ലാവർക്കും വൊമിറ്റിങ്ങും ലൂസ് മോഷനും. എന്നാ